ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ലാൽകൃഷ്ണ, കുറേ സമയമായി ലാൽകൃഷ്ണൻ അവിടെ കാത്തു നിൽക്കുകയാണ്. ഈ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നുമൊക്കെയുള്ള വാർത്തകൾ എടുത്തു. അതിനുശേഷം രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വന്നു. ഇപ്പോഴും ലാൽകൃഷ്ണ കൊച്ചിയിൽ ആലുവയിൽ എറണാകുളത്ത് ആലുവ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ തുടരുകയാണ്. ലാൽകൃഷ്ണ, അവിടെ ഇപ്പോൾ വി ഡി സതീശൻ്റെ വീട്ടിന് മുന്നിൽ, വി ഡി സതീശൻ്റെ വീട്ടിലേക്ക് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുകയാണ്. നേതാക്കൾ വരുന്നുണ്ട്. MLA-മാർ TJ വിനോദും ദീപക് ജോയിയും ഒക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന ചർച്ചകൾ, കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ? സീനിയർ നേതാവിനെ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നിലവിലുള്ള കൂടിക്കാഴ്ചയ്ക്കായി എത്തിയത് എന്ന് TJ വിനോദും ദീപക് ജോയും പറയുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും നമുക്ക് കണക്കിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളല്ല. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് VD സതീശന് വ്യക്തമായ സ്വാധീനമുള്ള ഒരു ജില്ല കൂടിയാണ് ഈ എറണാകുളം ജില്ല എന്ന് പറയുന്നത്. അവിടെ ആ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഗ്രാമനഗര വ്യത്യാസം ഇല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ ഇനി അദ്ദേഹം നയിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഐ ഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രമായ പെരുമ്പാവൂരിൽ ഇന്ന് രാവിലെ ഇതോടൊപ്പം തന്നെയാണ് KCയുടെ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. അത് ഒന്നല്ല, അത് പാർട്ടി ഓഫീസിന് മുന്നിൽ തൊട്ട് നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം തന്നെ, പെരുമ്പാവൂർ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം തന്നെ അത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ കണ്ടു. അതിന് തൊട്ടു പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയെ മുന്നോട്ട് കൊണ്ടുവരണം, അദ്ദേഹം മുഖ്യമന്ത്രിയാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ പെരുമ്പാവൂരിൽ തന്നെ കാണപ്പെട്ടത്. അതായത് ഐ ഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രത്തിൽ ഇത്തരത്തിൽ 3 പേരുടെയും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നു. എറണാകുളം ജില്ലയിൽ പൊതുവിൽ VD സതീശന് വേണ്ടിയിട്ടുള്ള ശബ്ദം ഉയർന്നു. ഇതിനിടയിലാണ് A ഗ്രൂപ്പിൻ്റെയും ഐ ഗ്രൂപ്പിൻ്റെയും നേതാക്കളായിട്ടുള്ള ദീപക് ജോയും TJ വിനോദും ഇവിടെ സന്ദർശനത്തിനായി എത്തിയത്. അവർ പറഞ്ഞ കാരണമെന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം നാട്ടിലെത്തിയത്, അതുകൊണ്ടാണ് കാണാൻ വന്നത് എന്നുള്ളതാണ്. ഇന്നലെ ഇവർ DCCയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ ആളുകളാണ് എന്നുള്ളതും ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ന് രാവിലെ തന്നെ എത്തി സന്ദർശനം നടത്തി അവർ സംസാരിച്ച് മടങ്ങുകയാണ്. അസ്വാഭാവികമായിട്ട് ഒന്നും സംസാരിച്ചില്ല, രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും പ്രധാനമായൊരു ചർച്ച കോൺഗ്രസിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അക്കാര്യങ്ങൾ ഏതെല്ലാം രീതിയിലാണ് മുന്നോട്ട് പുരോഗമിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഗ്രൂപ്പുകൾക്കിടയിലും കൃത്യമായ ചർച്ചയും ധാരണയും നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. ഇത് കൂടാതെയാണ് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രാവിലെ മുതലുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ, അത് ഈ ജില്ലയിൽ നിന്ന് മാത്രമല്ല സമീപ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ പോലും ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അവരുടെ കൃത്യമായ നിർദ്ദേശം അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ പട നയിച്ചത് കൃത്യമായി കണക്കൂട്ടലുകൾ നടത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് VD സതീശനാണ്. അതുകൊണ്ട് തന്നെ VD സതീശന് ആ പ്രാധാന്യം നൽകണം, അർഹിക്കുന്ന പദവി നൽകണം എന്നുള്ളത് തന്നെയായിരുന്നു. അല്പസമയങ്ങൾക്ക് മുമ്പാണ് എറണാകുളം റൂറൽ SP അടക്കമുള്ള ആളുകൾ ഈ ആലുവയിലുള്ള ദേശത്തുള്ള വസതിയിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും സുരക്ഷാ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എത്തിയതാണ് എന്നുള്ളതാണ് അറിയുന്നത്. ഇപ്പോൾ റൂറൽ SP അടക്കമുള്ള ആളുകൾ അവിടെ സംസാരിക്കുന്നുമുണ്ട്. ഇതുകൂടാതെയാണ് ഒരു CI 2 SIമാർ അടക്കമുള്ളവരുടെ സുരക്ഷാ ഒരുക്കങ്ങൾ ഈ ദേശത്തുള്ള വീട്ടിലും ഒരുക്കിയിട്ടുള്ളത് എന്ന് വൃത്തി പറയാം. ഇനി അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം പറവൂരിലുള്ള തൻ്റെ വോട്ടർമാരെ കാണാനായിട്ട് അവിടേക്ക് പോകും. വൈകിട്ട് വരാപ്പുഴ മുതൽ പറവൂർ വരെ നീളുന്ന ഒരു റോഡ് ഷോ നന്ദി പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അതിനുശേഷം നേരെ തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാക്കി ചർച്ചകൾ, അതായത് കോൺഗ്രസിൻ്റെ അടുത്ത നീക്കങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളടക്കമുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. ഇതിനിടയിലായിരിക്കും എന്തെല്ലാം തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്ന കാര്യം പറയാൻ കൃത്യമായ കണക്കുകൂട്ടലുകളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാൾ കൂടിയാണ് VD സതീശൻ. അതുകൊണ്ട് അവസാന നിമിഷം വരെ ഒരു സിനിമാറ്റിക് ക്ലൈമാക്സിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് വസ്തുത. VD സതീശൻ്റെ എറണാകുളത്തെ ആലുവയിലെ ദേശത്തുള്ള വീട്ടിലേക്ക് ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രവാഹമാണ്. VD സതീശനെ സ്നേഹം പങ്കുവയ്ക്കുന്നതിന് ആവേശത്തോടുകൂടി വലിയ വിജയം കോൺഗ്രസിന് നേടിക്കൊടുത്തതിന് പിന്നിൽ VD സതീശനുണ്ട് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ VD സതീശൻ്റെ വീട്ടിലേക്ക് പ്രവഹിക്കുന്നു. അതിനിടെ നേതാക്കളുണ്ട്, MLA-മാരുണ്ട്. TJ വിനോദും ദീപക് ജോയിയും എത്തി VD സതീശനെ കാണുകയും ചെയ്തിരുന്നു. അങ്ങനെ നിരവധി പ്രവർത്തകർ, നേതാക്കളൊക്കെ VD സതീശൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വൻ വരവേൽപ്പാണ് എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ VD സതീശന് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയിരുന്നത്. ഇന്ന് വൈകിട്ട് വരാപ്പുഴ മുതൽ പറവൂർ വരെ VD സതീശൻ്റെ റോഡ് ഷോയും നിശ്ചയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.